എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ അപേക്ഷയും റിലീസായിട്ടുണ്ട്. അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ വഴി അല്ല അപേക്ഷ കൊടുക്കേണ്ടത്, തപാൽ വഴി ഓഫ്ലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസായിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, അതെങ്ങനെ അയക്കാം എന്ന പ്രൊസീജിയറും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ എയർഫോഴ്സിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റാണ്, സിവിലിയൻ ജോബാണ്, യൂണിഫോം ജോബല്ല. ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ പോസ്റ്റുകൾ ആദ്യം കാണുന്നത് പോസ്റ്റൽ അഡ്രസ്സാണ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഹെഡ് ക്വാർട്ടേഴ്സ് MA ഇൻ്റനൻസ് കമാൻഡിലേക്ക് എയർഫോഴ്സ്. LD ക്ലർക്ക് ഉണ്ട്, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഉണ്ട്. ഈ 2 പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ടോട്ടൽ 14 വേക്കൻസിയാണ് ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് MA ഇൻ്റനൻസ് കമാൻഡിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ട്രെയിനിങ് കമാൻഡിലേക്ക് LD ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റൊക്കെ ഉണ്ട്, 5 വേക്കൻസിയാണ്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് സെൻട്രൽ എയർ കമാൻഡിലേക്ക് LD ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ്, ടോട്ടൽ 3 വേക്കൻസി. വെസ്റ്റേൺ എയർ കമാൻഡിലേക്ക് LD ക്ലർക്ക് ഉണ്ട്, ഹിന്ദി ടൈപ്പിസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഉണ്ട്, ടോട്ടൽ 6 വേക്കൻസിയാണ്. പിന്നെ ഈസ്റ്റേൺ എയർ കമാൻഡിലേക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ്, LD ക്ലർക്ക്, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, 6 വേക്കൻസി ടോട്ടൽ. പിന്നെ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിലേക്ക് ഹിന്ദി ടൈപ്പിസ്റ്റും LD ക്ലർക്കും പോസ്റ്റ് ഉണ്ട്, 5 വേക്കൻസിയാണ്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡ്, നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന ഒഴിവാണ്. കമാൻഡിംഗ് ഓഫീസർ ഹെഡ് ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡ് യൂണിറ്റ്, അക്കുളം, തിരുവനന്തപുരം. ഇവിടേക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റാണ്. ടോട്ടൽ 1 വേക്കൻസി മാത്രമാണ്. OBC-കാർക്കാണ് വേക്കൻസി. നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് LD ക്ലർക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ടോട്ടൽ 7 വേക്കൻസിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോസ്റ്റൽ അഡ്രസ്സുകൾ ഇവിടെ കാണാം. പോസ്റ്റൽ അഡ്രസ്സ്, അതിൻ്റെ പോസ്റ്റുകൾ, അതിൻ്റെ വേക്കൻസികൾ, പിന്നെ കാറ്റഗറി വൈസ് വേക്കൻസികളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ജനറൽ ആണെങ്കിൽ ജനറൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. OBC, SC, ST, EWS-കാർക്കൊക്കെ സെപ്പറേറ്റ് വേക്കൻസി ഇവിടെ കാണാം. അപ്പോൾ വേക്കൻസി ഉള്ള പോസ്റ്റിലേക്ക് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പോസ്റ്റൽ അഡ്രസ്സ്. ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ അഡ്രസ്സും പിന്നെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അത് ജനറൽ കാറ്റഗറി ആണെങ്കിലാണ്. ഇനി OBC ആണെങ്കിൽ 28 വരെ അപ്ലൈ ചെയ്യാം. SC, ST ആണെങ്കിൽ 30 വയസ്സ് വരെ അപേക്ഷ കൊടുക്കാൻ പറ്റും. ഓക്കെ, സാലറി പാക്കേജ് കാണാം. ലെവൽ 2 പേ സ്കെയിലാണ് എല്ലാ പോസ്റ്റിലേക്കും. ഇനി ക്വാളിഫിക്കേഷൻ LD ക്ലർക്കിലേക്കും ഹിന്ദി ടൈപ്പിസ്റ്റിലേക്കും നിങ്ങൾക്ക് +2 പാസ്, എനി +2 ഏതെങ്കിലും ഒരു +2 മതി. പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിലോ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണം. ആ ഒരു ട്രേഡ് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കണം. ക്വാളിഫിക്കേഷൻ +2 മതി കേട്ടോ. ഇനി സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ്, ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ലൈറ്റും വേണം, ഹെവിയും വേണം, രണ്ടും വേണം. പിന്നെ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ എക്സ്പീരിയൻസ് വേണം. പിന്നെ മോട്ടോർ മെക്കാനിസം നോളേജും നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ. ഇനി സെലക്ഷൻ വരുന്നത് ആദ്യം റിട്ടൺ എക്സാം ആയിരിക്കും. അതിൻ്റെ സിലബസ് കാണാം. LD ക്ലർക്കിലേക്കും ഹിന്ദി ടൈപ്പിസ്റ്റിലേക്കും നിങ്ങൾക്ക് ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഈ സിലബസാണ് വരുന്നത്. പിന്നെ ഡ്രൈവർ പോസ്റ്റിലേക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്സും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അതായത് ഒരു ഡ്രൈവർ ട്രേഡിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിലബസ് വരുന്നത്. ഈ ഒരു എക്സാം ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് അവൈലബിൾ ആവുന്നുള്ളൂ, മലയാളത്തിൽ ഉണ്ടായിരിക്കില്ല. എക്സാം കഴിഞ്ഞാൽ പിന്നെ LD ക്ലർക്കിലേക്കും ഹിന്ദി ടൈപ്പിസ്റ്റിലേക്കും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ഡ്രൈവർ പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നടത്തും. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസൊന്നും വരുന്നില്ല. നിങ്ങൾ ആ ഒരു സ്റ്റാമ്പിൻ്റെ ഫീസ് മാത്രമേ ഈടാക്കുന്നുണ്ടാവുള്ളൂ. 10 രൂപയുടെ സ്റ്റാമ്പ് നിങ്ങൾ ഒട്ടിക്കണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 1-ാം തീയതിയാണ്. ജൂൺ 1-ന് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് ജൂൺ 1-ന് മുന്നേ പറയുന്ന ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്ത് ജൂൺ 1-ന് മുന്നേ നേരത്തെ പറഞ്ഞ
പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ആപ്ലിക്കേഷൻ എത്തണം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് അയക്കണമെങ്കിൽ ഒറ്റ വേക്കൻസിയേ ഉള്ളൂ, ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക്. OBC കാർക്ക് മാത്രമാണ് വേക്കൻസി ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് തന്നെ അപേക്ഷ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ കാറ്റഗറിയും അതിൽ ഒഴിവ് വന്നിട്ടുണ്ടോ, ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഡ്രൈവർ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഹെവി വേണം, ലൈറ്റ് വേണം. ബാക്കിയുള്ള 2 പോസ്റ്റിലേക്കും +2 മാത്രം മതി. ഓക്കെ, അപ്പോൾ വേക്കൻസി പൊതുവേ കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, 2 പേജ് ഉണ്ട്. ഈ 2 പേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അതിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. 2 നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ഫില്ല് ചെയ്യണം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്. ഇവിടെ നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപേക്ഷ കൊടുക്കുന്നത് അതവിടെ എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദി ടൈപ്പിസ്റ്റ്, തിരുവനന്തപുരത്ത് വന്ന വേക്കൻസി ഹിന്ദി ടൈപ്പിസ്റ്റ്, അതിലേക്കാണെങ്കിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് എന്ന് ഫില്ല് ചെയ്യുക. അതല്ല ലോവർ ഡിവിഷൻ ക്ലർക്കാണെങ്കിൽ അത്, പിന്നെ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ആണെങ്കിൽ അത്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടോ നോക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് എഴുതാൻ കേട്ടോ. അപ്പോൾ അത് എഴുതി. ഇനി യൂണിറ്റാണ് ചോദിക്കുന്നത്. യൂണിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് MA ഇൻ്റലിജൻസ് കമാൻഡ് IAF ഇതേപോലെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. അതല്ല നിങ്ങൾ ഇവിടേക്കാണെങ്കിൽ HQ, അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് HQ ട്രെയിനിങ് കമാൻഡ് IAF, പിന്നെ HQ സെൻട്രൽ എയർ കമാൻഡ്, അങ്ങനെ. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന വേക്കൻസി ഏതായിരുന്നു, സദേൺ എയർ കമാൻഡാണ്. അപ്പോൾ HQ സദേൺ എയർ കമാൻഡ് IAF. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ് അപ്ലൈഡ് ഫോർ. നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫിൻ്റെ അവിടെ എഴുതിയ അതേ പോസ്റ്റ് തന്നെ നമ്മൾ ഇവിടെയും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെയും സെയിം ആണ് വരിക. ഓക്കെ, പിന്നെ നെയിം ഓഫ് കാൻഡിഡേറ്റ് ചോദിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഫില്ല് ചെയ്യുക കേട്ടോ. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ഫില്ല് ചെയ്യുക ബ്ലോക്ക് ലെറ്റേഴ്സിൽ. അപ്പോൾ നെയിം ഓഫ് കാൻഡിഡേറ്റിൻ്റെ അവിടെ നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ള പ്രകാരമുള്ള പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക ബ്ലോക്ക് ലെറ്റേഴ്സിൽ. പിന്നെ ഫാദേഴ്സ് നെയിം, അച്ഛൻ്റെ പേര് എഴുതുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, തെറ്റാതെ എഴുതി കൊടുക്കുക. ആദ്യം ദിവസം, പിന്നെ മാസം, വർഷം. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് കോപ്പി ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. സിഗ്നേച്ചർ ഇട്ട് ഡേറ്റ് എഴുതിയ സെൽഫ് അറ്റസ്റ്റ് ആയി. ഓക്കെ, അപ്പോൾ അത് കോപ്പി എടുത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ കോപ്പി കിട്ടി. ഇനി റൈറ്റ് സൈഡിൽ കാണാം ഒരു ഫോട്ടോ ഒട്ടിക്കണം. നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് ഈ രീതിയിൽ നിങ്ങൾ സൈൻ ചെയ്താൽ സെൽഫ് അറ്റസ്റ്റ് ആയി. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ചോദിക്കുന്നത് ഏജ് ആസ് ഓൺ ദി ലാസ്റ്റ് ഡേറ്റ് ജൂൺ 1 ആണ്, ജൂൺ 1, 2026. അപ്പോൾ ജൂൺ 1 നിങ്ങൾക്ക് എത്ര വയസ്സ്, മാസം, ദിവസം അത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത് കറസ്പോണ്ടൻസ് അഡ്രസ്സാണ്, 6ാമത്തെ. അപ്പോൾ കറസ്പോണ്ടൻസിൽ നിങ്ങൾ ഹൗസ് നമ്പർ, സ്ട്രീറ്റ് ഓർ വില്ലേജ്, നിങ്ങളുടെ വീട്ടും പേര് എഴുതിക്കോളൂ. പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ ജില്ല എഴുതുക, സ്റ്റേറ്റ് കേരള എഴുതുക, പിൻകോഡ് എഴുതുക. ഇതേ അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സുമെങ്കിൽ നിങ്ങൾ രണ്ടും ഇവിടെയും സെയിം ആയിട്ട് ഫില്ല് ചെയ്തോളൂ. കറസ്പോണ്ടൻസും പെർമനൻറ്റും സെയിം തന്നെ ഫില്ല് ചെയ്യുക. അതല്ല നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് വേറെ, പിന്നെ പ്രൂഫിലുള്ള അഡ്രസ്സ് വേറെ ആണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെക്കൻഡ് പ്രൂഫ് ഇവിടെ ചോദിക്കുന്നത് സെൽഫ് അറ്റസ്റ്റഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC ST OBC ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ജനറൽ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ കാസ്റ്റ് ജനറൽ, OBC, SC ST എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, 8ാമത്തെ. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. ജനറൽ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണ്ട, SC ST OBC ആണെങ്കിൽ മാത്രം മതി. ഇനി 9ാമത്തെ ഓപ്ഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ കൊടുക്കാൻ 10ാം ക്ലാസ് വിത്ത് ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവറിലേക്കും, +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LD ക്ലർക്കിലേക്കും ഹിന്ദി ടൈപ്പിസ്റ്റിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അതവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതർ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അതർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇവിടെ 3ാമത്തെ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്, +2, ഡിഗ്രി ഉണ്ടെങ്കിൽ അത്, ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് 10ഉം +2ഉം മതി. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ വെച്ചോളൂ.
നെക്സ്റ്റ് ചോദിക്കുന്നത് 11ാമത്തെ കാറ്റഗറി ഫോർ വിച്ച് അപ്ലൈഡ്, നിങ്ങളുടെ കാറ്റഗറി അതവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ EWS എക്സ് സർവീസ്മാൻ, സ്പോർട്സ് പേഴ്സൺ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും വെച്ചോളൂ. പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലാത്തവർ നില്ലെന്ന് എഴുതിക്കോളൂ, NIL. ഇനി ഡൊമസൈൽ ചോദിക്കുന്നുണ്ട്, അതും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എടുത്ത് വെക്കണം. ഡൊമസൈൽ കേരള എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ കേരള 13 കഴിഞ്ഞു. അപ്പോൾ ഇനി 14ാമത്തെ ഓപ്ഷൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉള്ളവർ എസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പേരും രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളിവിടെ റൈറ്റ് സൈഡിലൂടെ എഴുതി കൊടുക്കുക. ഓക്കെ, അതും കഴിഞ്ഞ് ഇനി 15ാമത്തെ ഓപ്ഷൻ ഒരു ഡിക്ലറേഷനാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ സിഗ്നേച്ചർ ചെയ്യണം കേട്ടോ. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യുക, മുകളിൽ സൈൻ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ചോദിക്കുന്നുണ്ട്, എന്നാണ് നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രൊഫോമ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി ഓഫീസ് റെക്കോർഡാണ്, ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ വിട്ടോളൂ, ഒന്നും എഴുതണ്ട. നെക്സ്റ്റ് പേജ് വരുന്നത് അഡ്മിറ്റ് കാർഡാണ്. ഈ ഒരു അഡ്മിറ്റ് കാർഡാണ് നമുക്ക് തിരിച്ച് വരുന്നത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എഴുതുമ്പോൾ ഫസ്റ്റ് പോസ്റ്റ് ഓഫിൻ്റെ അവിടെ നിങ്ങൾ ഏത് പോസ്റ്റാണോ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പോസ്റ്റ് തന്നെ നിങ്ങളവിടെ എഴുതാം. പിന്നെ നിങ്ങളുടെ പേരാണ് ചോദിക്കുന്നത്, പിന്നെ ഫാദേഴ്സ് നെയിം അച്ഛൻ്റെ പേര്, പിന്നെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. 4ാമത്തെ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾ വിട്ടോളൂ, എഴുതണ്ട. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം, സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ തന്നെയാണ്. അപ്പോൾ മുകളിൽ നമ്മൾ വേറെ ഫോട്ടോ ഒട്ടിച്ചു, ഇവിടെ നിങ്ങളൊരു ഫോട്ടോ ഒട്ടിച്ചോളൂ കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, സിഗ്നേച്ചർ ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ആയി. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഈ 2 പേജും കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യരുത് കേട്ടോ, ഇത് കൺട്രോളിംഗ് ഓഫീസർ സിഗ്നേച്ചർ ചെയ്യാനുള്ളതാണ്, നമ്മൾ സൈൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രൂഫുകൾ മനസ്സിലായി, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ബർത്ത് സർട്ടിഫിക്കറ്റ് വയ്ക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവരത് വയ്ക്കുക, അതായത് SC ST OBC ആണെങ്കിൽ അത് വയ്ക്കുക. പിന്നെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. പിന്നെ അതർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചോളൂ. പിന്നെ സ്പോർട്സ് പേഴ്സൺ, എക്സ് സർവീസ്മാൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വെക്കണം. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ഫോട്ടോ ഇവിടെയും ഒട്ടിക്കണം, ഇവിടെ ഒട്ടിക്കണം, 2 ഫോട്ടോ, സിഗ്നേച്ചർ, ഡേറ്റ്, ഒന്നും മറക്കണ്ട. അപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇനി നിങ്ങളിത് എങ്ങനെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഡോക്യുമെൻറ്റ്സും നിങ്ങൾ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 എൻവലപ്പ് കവർ വാങ്ങണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു എൻവലപ്പാണെന്ന് വിചാരിക്കുക, ഒരു ഡെമോ ആണ്, എൻവലപ്പാണ്. ഇവിടെ നിങ്ങൾ ടോപ്പ് സൈഡിൽ സെൻറ്ററിലായിട്ട് മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നെഴുതി നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപേക്ഷ അയക്കുന്നത് അത് എഴുതുക. ആൻഡ് കാറ്റഗറി എന്നെഴുതിയിട്ട് നിങ്ങളുടെ കാറ്റഗറിയും എഴുതുക. ഓക്കെ, ഈ ഒരു എൻവലപ്പ് 2 എൻവലപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു എൻവലപ്പിൽ ഫസ്റ്റ് എൻവലപ്പിൽ നിങ്ങളിത് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ ഫ്രം എന്നെഴുതി നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക. ഓക്കെ, നിങ്ങളുടെ അഡ്രസ്സ് തെറ്റാതെ, വീട്ടും പേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ജില്ല, പിൻകോഡ്, കേരള, ആ ഒരു രീതിയിൽ എഴുതുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞ പോസ്റ്റൽ അഡ്രസ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഏത് പോസ്റ്റൽ അഡ്രസ്സിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് ആ ഒരു പോസ്റ്റൽ അഡ്രസ്സ് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനുള്ള അതേപോലെ തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10 രൂപയുടെ സ്റ്റാമ്പ് നിങ്ങളിവിടെ ഒട്ടിക്കുക കേട്ടോ. 10 രൂപയ്ക്ക് സ്റ്റാമ്പ് നിങ്ങൾ ഒട്ടിക്കുക. അപ്പോൾ ഇത് ചെയ്ത് വയ്ക്കുക. ഇത് ഫസ്റ്റ് എൻവലപ്പിൽ നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇനി നിങ്ങൾ സെക്കൻഡ് എൻവലപ്പ് എടുക്കുക. ആ ഒരു സെക്കൻഡ് എൻവലപ്പിൽ നിങ്ങൾ ബ്ലാങ്ക് ഒന്നും എഴുതാൻ പാടില്ല. ആ ഒരു എൻവലപ്പിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡൊമസൈലും കാര്യങ്ങളും, അതർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു എൻവലപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കണം. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ, അഡ്മിറ്റ് കാർഡ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷനിലും അഡ്മിറ്റ് കാർഡിലും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അതല്ലാതെ 2 ഫോട്ടോ നിങ്ങൾ എക്സ്ട്രാ വെക്കണം. എല്ലാം നിങ്ങൾ ഫോൾഡ് ചെയ്ത് ഈ ഒരു എൻവലപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു എൻവലപ്പ് എന്ത് ചെയ്യണം, എല്ലാം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എൻവലപ്പ് നിങ്ങൾ നേരത്തെ എഴുതിയ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയ ഒരു എൻവലപ്പ് ഉണ്ടായിരുന്നില്ല, ആ ഒരു എൻവലപ്പിലേക്ക് ഈ ഒരു എൻവലപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എൻവലപ്പിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതി ഏത് പോസ്റ്റാണോ അത് എഴുതി, നിങ്ങളുടെ കാറ്റഗറി എഴുതി, അതിൽ സ്റ്റാമ്പ് ഒട്ടിച്ചു, പിന്നെ ഫ്രം എഴുതി നിങ്ങളുടെ അഡ്രസ്സ്, ടു എഴുതിയിട്ട് അവരുടെ അഡ്രസ്സ്, നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന അഡ്രസ്സ് തന്നെ എഴുതാം. പിന്നെ സെക്കൻഡ് എൻവലപ്പിൽ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും, ഇപ്പോൾ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്ട്രാ വയ്ക്കുക. എന്നിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എൻവലപ്പാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയ എൻവലപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുക.
ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 1-ാം തീയതിയാണ്. ജൂൺ 1-ന് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ എത്തില്ല. ജൂൺ 1-ന് മുന്നേ ഈ ഒരു അഡ്രസ്സിലേക്ക് ആപ്ലിക്കേഷൻ എത്തണം. അതുകൊണ്ട് നിങ്ങളൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ആപ്ലിക്കേഷൻ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് ഓരോ അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.